ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കാലിൻ്റെ ACL എൻ്റെ മെനിസ്കപ്പ് സർജറി കഴിഞ്ഞിട്ട് ഇന്ന് 5-ാമത്തെ ദിവസമാണ്. കാലിൽ രാത്രിയൊക്കെ ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാകാറുണ്ട്. ഇപ്പം അധികം കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാകാറുണ്ട്. ഞാൻ സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിൽ ക്രോസായിട്ട് വന്നൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്കുകാരൻ നിർത്താതെ പോയി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് SP സ്പോട്ടിലാണ് കാണിച്ചത്. ഞാൻ അവിടുന്ന് കാണിച്ച് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ പറഞ്ഞു. എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ വേറൊരു ഒപ്പീനിയൻ കൊണ്ടെടുത്തു. അങ്ങനെ ഞാൻ വേറൊരു ഡോക്ടറെ കണ്ടു. അങ്ങനെ ഇവിടെ മരുതൻകുഴിയിൽ കൊച്ചാർ റോഡിൽ ആക്റ്റീവ് പ്രോ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നാരായണൻ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് ഞാൻ കാണിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു 3-4 ദിവസത്തിനകത്ത് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് എൻ്റെ സർജറി ACLന് മാത്രമായിരുന്നു ആദ്യം പ്രോബ്ലം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഡോക്ടർ സർജറി ചെയ്ത സമയത്ത് എൻ്റെ മെനിസ്കപ്പ് മൊത്തം പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ സർജറിയൊക്കെ ചെയ്തു. ഇംപ്ലാൻ്റാണ് ഇട്ടിരിക്കുന്നത്. സർജറിക്കെല്ലാം കൂടെ 3 lakhന് പുറത്തായി. ഇങ്ങനെ റിക്കവറായി വരുന്നുണ്ട്. എനിക്കിനി എന്തോ പറയാനാ, 2-2.5 മാസം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത്. അപ്പോൾ എന്തോ പറയാനാ, കാലിനൊക്കെ പ്രോബ്ലം ഉള്ളവരൊക്കെ നോക്കുക, ശ്രദ്ധിക്കുക. മുട്ടിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക. പൂർണ്ണമായി മാറിയതിന് ശേഷം നല്ലൊരു ഡോക്ടറെ കാണിച്ച് എന്താണൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ ആക്റ്റീവ് ആവാൻ പാടുള്ളൂ. മുട്ടിനൊക്കെ പ്രോബ്ലം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ പറ്റത്തില്ല, നീരായിരിക്കും, വേദനയായിരിക്കും. അങ്ങനെ വേദനയൊക്കെ കാരണമാണ് ഞാൻ കൊണ്ട് കാണിച്ച്. ഇപ്പോൾ ഏകദേശം റിക്കവറി ആയി വരുന്നുണ്ട്. എന്നാലും പെയിനുണ്ട്. ഞാൻ വീട്ടിൽ ഇരുന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന എക്സസൈസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് റിക്കവറി ആയി വരുമെന്ന് കരുതുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ, എനിക്കറിയാവുന്ന ഡൗട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫ്രണ്ട്സ്.